ഞാൻ പറഞ്ഞ വാക്ക് അനുസരിക്കേണ്ടെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതിന് ഗൗതം ഇത്ര ഗൗരവം കാണിക്കേണ്ട കാര്യം എന്താ? നമ്മൾ മുൻപ് സംസാരിച്ച രീതിയിൽ എന്നോട് സംസാരിച്ചൂടെ? അല്ല, ആ രീതി ഇപ്പോൾ കൽപ്പന കാണിക്കാത്തോണ്ടാണല്ലോ എനിക്ക് മാറേണ്ടി വന്നത്. ഇപ്പൊ എന്താ ഇങ്ങനെ സ്നേഹം തോന്നാൻ? ഗൗതം, ആദ്യം തന്നെ ഞാൻ ഗൗതത്തിനോട് സോറി പറയാം. അത് എന്തിനാണെന്ന് അറിയാവോ? മുൻപ് ഞാൻ വെച്ചൊരു ഡിമാൻഡ്, ഒരു താലി എൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് മാത്രമേ എന്നെ തൊടാവൂന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ മനസ്സിനോട് ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാതെ ഗൗതമിനെ പിടിച്ചടക്കാനോ മറ്റൊരു അവകാശം പറയാനോ ആയിരുന്നില്ല. ഇപ്പൊ ഞാനത് കെട്ടിത്തരാന്ന് പറയുന്നത് ഭീഷണിയൊന്നുമല്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ. എങ്കിലേ അങ്ങനെ ഒരു താലി എനിക്ക് വേണ്ട. അല്ലാതെയും ഗൗതം ആഗ്രഹിക്കുന്ന സ്നേഹം തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, സത്യമാണോ ഈ പറയുന്നത്? ഈ കണിമംഗലം മുഴുവൻ സ്വന്തമായുള്ള ഒരാളോട്, എന്റെ ഭാവി നിശ്ചയിക്കാൻ കരുത്തുള്ള ഒരാളോട് എനിക്ക് കള്ളം പറയാൻ ധൈര്യം ഉണ്ടാവോ? ഗൗതം, ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോഴാ എനിക്ക് തോന്നിയത്, ഞാൻ എന്തിനാ വെറുതെ എന്റെ ജീവിതം ഇല്ലാതാക്കുന്നത്? ഞാൻ ജീവിതം ആഘോഷിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഗൗതമിനോടൊപ്പമാണെങ്കിൽ അത്രയും സന്തോഷത്തോടെ. അല്ല, ഈ വാക്കുകൾ കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് കേട്ടു, ഹാപ്പിയായി. എങ്കിൽ പിന്നെ ഇന്ന് രാത്രി രാത്രി വാതിൽ കുറ്റിയിടണ്ട, ഞാൻ വരും. രാത്രിയില് എനിക്ക് വാതിൽ തുറന്നിടാൻ പേടിയാ. നിന്നെപ്പോലെ ഒരാൾ കാത്തിരിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആഘോഷിക്കാം നമുക്ക്. കണിമംഗലം സ്വന്തമാക്കിയതിന്റെ യഥാർത്ഥ ആഘോഷം ഇന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ? രാധികെ, ഞാനിപ്പോ വരുൺ പറഞ്ഞ പോലെ ഗൗതമിനോട് സംസാരിച്ചു. എന്നിട്ടെന്താ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവൻ പറഞ്ഞു രാത്രി റൂമിൽ എത്തുമെന്ന്. എത്തട്ടെ. ഏട്ടത്തിയോടൊന്നല്ല, ഇനി വേറെ ഒരു പെണ്ണിനോടും അവൻ ഇത്തരത്തിൽ പെരുമാറില്ല. എടുത്തി നോക്കിക്കോ. എല്ലാം പറഞ്ഞപടി നടക്കുന്നുണ്ട്. ഇടയിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ എന്നാ എന്റെ പേടി. ഇല്ല ഏട്ടത്തി, ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മളങ്ങനെ തോറ്റൊന്നും പോവില്ല. ബാക്കിയൊക്കെ ഏട്ടൻ നോയിക്കോളും.